ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ തിരുപ്പതിക്ക് പോകുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 7 പേരടങ്ങുന്ന ഒരു ടീമാണ് പോകുന്നത്. അപ്പോൾ ഉച്ചക്കത്തേക്ക് ലഞ്ച് എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കറികളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 10 മണിയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇറങ്ങണം വീട്ടിൽ നിന്ന്. 11:15 എറണാകുളം നോർത്തിൽ നിന്നാണ് കേട്ടോ ട്രെയിൻ. അപ്പോൾ അതാ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ എന്താ പറയുക, കറികളൊക്കെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. അച്ചിങ്ങ മെഴുക്കുവരട്ടിയുണ്ട്, പിന്നെ എരിശ്ശേരി, ക്യാബേജ് തോരൻ, പപ്പടം, അച്ചാർ, ഇത്രയാണ് കേട്ടോ എൻ്റെ ഉച്ചക്കത്തെ ലഞ്ചിനുള്ള മെനു എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ കറികളെല്ലാം റെഡിയായി. ഞങ്ങൾ 10 മണി കൃത്യം തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. 11 മണിക്ക് മുമ്പേ തന്നെ ഞങ്ങളെല്ലാവരും റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറിയിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കയറിയിരുന്നപ്പം ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ ശങ്കരൻ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. പിന്നെ ഞങ്ങൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പലരും പല കമ്പാർട്ട്മെൻറ്റിലായി പോയി എന്നുള്ളതാണ്. ഞാനും ഏട്ടനും ശങ്കരനും ഒരു കമ്പാർട്ട്മെൻറ്റിലും, പിന്നെ 2 പേര് വേറെ സ്ഥലത്ത്, 2 പേര് വേറെ സ്ഥലത്ത്, അങ്ങനെ ആയിപ്പോയി. പക്ഷേ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിനുള്ള സമയമായപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു കമ്പാർട്ട്മെൻറ്റിൽ വന്നിരുന്നു. അപ്പോൾ ഇലയിൽ ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനല്ല കേട്ടോ, അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും കറികളും ചോറൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇലയിൽ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ കറികളും എന്താ പറയുക, ഒരു സദ്യക്കുള്ളൊരു വട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാബേജ് തോരൻ, അച്ചിങ്ങ മെഴുക്കുവരട്ടി, എരിശ്ശേരി, പിന്നെ കൂർക്ക മെഴുക്കുവരട്ടിയതുണ്ടായിരുന്നു, പിന്നെ മോര് കാച്ചിയതുണ്ടായിരുന്നു, പിന്നെ പപ്പടം, അച്ചാർ, അങ്ങനെ ഒത്തിരി കറികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. രാത്രി 12 മണിയായിട്ടോ ഞങ്ങൾ തിരുപ്പതിയിലെത്തിയപ്പോൾ. പിന്നെ എല്ലാവരും കൂടി ഇതാ ഒരു ഓട്ടോയിൽ കയറിയിരുന്നു. ഒറ്റ ഓട്ടോയിലാണ് കേട്ടോ 7 പേരും ലഗേജും. അങ്ങനെ ഞങ്ങൾ ശ്രീനിവാസയിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം എല്ലാവരും ടയേർഡായിരുന്നു കേട്ടോ. പിന്നെ ഒരു ദോശ കഴിച്ചേക്കാം എന്ന് വിചാരിച്ചു. കാരണം പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വേറെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു തട്ടുകടയിൽ കയറി ഞങ്ങൾ ദോശ കഴിക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. അങ്ങനെ എല്ലാവരും ഈ 2 ദോശ വീതം വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ശ്രീനിവാസയിലേക്ക് കയറി ചെന്നു. അവിടെ ചെന്നിട്ട് ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ മുറിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ രാവിലെ 7 മണിയാവുമ്പോഴേക്കേ ഞങ്ങൾക്ക് മുറി കിട്ടത്തുള്ളൂ. അപ്പോൾ അതുവരെ ഒരു 12:30 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അതുവരെ ഞങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഒരു ഹോളിലൊക്കെ ചെന്നിട്ട് ഞങ്ങളവിടെ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വിരിച്ചു. അങ്ങനെ ഞങ്ങളവിടെ ഒന്ന് കിടന്നു കേട്ടോ. അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള വിശേഷം എന്താ പറയുക, അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ അതായത് ഇവിടെ എല്ലാവരും കിടക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ശേഷം ഇനി അടുത്ത വീഡിയോയിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.